ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നമുക്ക് എങ്ങനെ എന്താ പറയുക, നമ്മൾ വരച്ച സ്കെച്ചസ് വരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നമുക്ക് എങ്ങനെ ടെക്സ്റ്റ് ആഡ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേ ഇവിടെ ടെക്സ്റ്റിൻ്റെ ഒരു ടൂളുണ്ട്, എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ പ്രോപ്പർട്ടി മാനേജർ വരും. ഇതിൽ ഈ ബോക്സിൽ നമുക്ക് ആവശ്യമുള്ള ടെക്സ്റ്റ് കൊടുക്കും. അപ്പം ഞാൻ ഹലോ എന്ന് കൊടുത്തു. ഇല്ലേ വേറെ എന്തെങ്കിലും നമുക്ക് ആവശ്യമുള്ള എന്തെങ്കിലും കൊടുക്കാം. ഇനി എനിക്ക് ഈ ടെക്സ്റ്റിനെ ബോൾഡ് ചെയ്യാം. ഞാൻ ഈ ടെക്സ്റ്റ് സെലക്ട് ചെയ്തു. ബോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോൾഡ് ചെയ്യാം, ഇറ്റാലിക് ആക്കാം, വേണമെങ്കിൽ പിന്നെ റൊട്ടേറ്റ് ചെയ്യാം, എന്തുവേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അതുകൂടാതെ ഇതിന് വേണമെങ്കിൽ എനിക്ക് ബാക്കോട്ടേക്ക് മിററായിട്ട് എഴുതേണ്ടിക്ക് അങ്ങനെ എഴുതാം. ഇതാണ് ഈ ടൂൾസൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇനിയുള്ളത് ഇവിടെ എന്താണെന്ന് വെച്ചാൽ യൂസ് ഡോക്യുമെന്റ് ഫോണ്ട് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഈ നമ്മൾ എഴുതിയിരിക്കുന്നതിന് അതിൻ്റെ ഫോണ്ട് ഉണ്ടാവും. അപ്പോൾ എന്താ പറയുക, ആ ഫോണ്ട് എന്താ പറയുക, ഇതിന് അസൈൻ ചെയ്ത ഫോണ്ട്സ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ഡോക്യുമെന്റ് ഫോണ്ട്സ് കൊടുത്തത്. നമുക്കിത് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഈ ബോക്സ് അൺടിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇവിടുന്ന് എന്താണ് ഫോണ്ട് സൈസ് സ്പേസിങ് മാറ്റാം. എനിക്ക് ഫോണ്ട് ലെറ്റേഴ്സ് തമ്മിലുള്ള സ്പേസിങ് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ ക്ലിക്ക് ചെയ്താൽ എനിക്ക് ഇവിടുന്ന് ഇതിൻ്റെ ഫോണ്ട് മാറ്റാം. എങ്ങനെയാണോ വേണ്ടത് അതിനനുസരിച്ച് ചേഞ്ച് ചെയ്യാം. ഇതൊക്കെ ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മൾ എന്താ പറയുക ഈ ടെക്സ്റ്റ് ടൂൾ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്നത്. ഇനി അതുകൂടാതെ ഞാനിവിടെ ഒരു ലൈൻ വരച്ചിട്ട് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണേൽ നമ്മൾ വരച്ച ഒബ്ജക്റ്റിൻ്റെ പുറത്തേ കൂടി അതിൻ്റെ മുകളിലായിട്ട് വരുന്ന രീതിയിൽ നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഡെമോ കാണിക്കാണ്ട് ഞാൻ ഇവിടെ ലൈൻ വരച്ചത്. എനിക്ക് വേണമെങ്കിൽ ഈ ടെക്സ്റ്റിനെ ഈ ലൈനിൻ്റെ മുകളിൽ വരുത്തിക്കാൻ പറ്റും. അതിനായിട്ട് ഒന്നും ചെയ്യാനില്ല. ഇവിടെ കേർവ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ബോക്സ് നിങ്ങൾ ഓൾറെഡി ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഈ ബോക്സ് ക്ലിക്ക് ചെയ്തിട്ട് ഏതിൻ്റെ മുകളിലാണോ വരേണ്ടത് അത് സെലക്ട് ചെയ്യാം. അപ്പോൾ എനിക്കിപ്പോൾ ഈ ലൈനിൻ്റെ മുകളിലാണ് വരേണ്ടത്. ഞാൻ ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ട ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ടെക്സ്റ്റ് അലൈൻഡ് ആയിട്ട് വരും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഗുഡ് നൈറ്റ്.